ഹലോ ഗൈസ്, അപ്പൊ ഞാൻ ഇന്നൊരു ഓൺ വോയിസ് വരാൻ കാരണം നമുക്കൊക്കെ ഒരു അഭിമാനിക്കുന്ന കാര്യം പറയാൻ വേണ്ടിയാണ്. കാരണം ഇന്റർനാഷണൽ മൗത്തായ് ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു 10 വയസ്സിന് ആദ്യമായി പങ്കെടുക്കാൻ പോവുകയാണ്. അത് പങ്കെടുക്കുന്നതോ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി എന്ന സ്ഥലത്തിലെ വാസുദേവ് അരവിന്ദാണ്. അതേപോലെ തന്നെ അവന്റെ കോച്ചായ രാജുമോഹൻ സാറും സെക്കൻഡ് ടൈമിൽ ഇന്റർനാഷണൽ റഫറിംഗിൽ പങ്കെടുക്കാൻ പോവുകയാണ് അബുദാബിയിലോട്ട്. ഇത് നമുക്ക് എന്തായാലും എന്താണ് മൗത്തായി നിങ്ങൾക്ക് പലർക്കും സംശയമുണ്ടോ, അതൊക്കെ ചോദിച്ചറിയാൻ രാജ്മോഹൻ സാറോട് തന്നെ. അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇവിടെ വന്നത് ഈ മൗത്തായി എന്താണെന്ന് പലർക്കും അറിയില്ല. അപ്പൊ അതിനെപ്പറ്റി സാർ ഒന്ന് സംസാരിക്കുകയോ പറ്റുമോ? മുവത്തായ് എന്ന് പറയുന്നത് തായ്ലാന്റിൽ നിന്ന് ഉത്ഭവിച്ചത് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു മാർഷൽ ആർട്ടാണ്. മുവത്തായിനെ വിശേഷിപ്പിക്കുന്നത് കിങ് ഓഫ് മാർഷൽ ആർട്ട് എന്നാണ്. അതുപോലെ തന്നെ ഇന്ന് ഇഫ്മ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ പോകുന്ന നമ്മുടെ വസുദേവ് ടൊർണാഡോയിലെ ഒരു എന്താ പറയുക യങ്ങസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ്, നമ്മുടെ ഫേവറേറ്റ് ആണ്. കേരള സ്റ്റേറ്റ് മുവത്തായ് അസോസിയേഷൻ്റെ ഹിസ്റ്ററിയിൽ ഏകദേശം ഒരുപാട് ഫൈറ്റേഴ്സ് ഇന്റർനാഷണൽ പോയിട്ടുണ്ട്. അതിൽ 10 വയസ്സുള്ള ഒരു പ്ലെയർ ആദ്യമായിട്ടാണ് പോകുന്നത്. അതിൽ നമുക്ക് അഭിമാനിക്കാം. ഇഫ്മ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് മുവത്തായ് അസോസിയേഷൻ. വേൾഡ് വൈഡിൽ 153 രാജ്യങ്ങൾ മെമ്പർഷിപ്പ് എടുത്തൊരു സംഘടനയാണ്. ഓൾറെഡി ഒളിമ്പിക് റെക്കഗ്നൈസേഷൻ ഉണ്ട് അസോസിയേഷന്. 120ന്റെ മുകളിൽ രാജ്യങ്ങൾ എല്ലാ ചാമ്പ്യൻഷിപ്പിലും അതിൽ മത്സരിക്കുന്നുണ്ട്. പല രാജ്യങ്ങൾക്കും അത് അംഗീകാരങ്ങളുമുണ്ട്. സ്പോർട്സ് കൗൺസിൽ 1993 ഇഫ്മ ആദ്യമായിട്ട് രൂപം കൊണ്ടത്. ഇന്ന് ഏകദേശം വേൾഡ് വൈഡ് 1000-ന് മുകളിൽ പ്ലേയേഴ്സ് ഓരോ ചാമ്പ്യൻഷിപ്പിലും പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ ഇന്റർനാഷണൽ റഫറി നിൽക്കാനുള്ള ഭാഗ്യം 2 വർഷമായിട്ട് 2ാമത്തെ വർഷമാണ് ഞാൻ പോകുന്നത്. അതുപോലെ തന്നെ ടൊർണാഡോയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വസുദേവ്. ടൊർണാഡോന്റെ ഹിസ്റ്ററി ആയാലും കേരളത്തിന്റെ ഹിസ്റ്ററി ആയാലും 10 വയസ്സുള്ള ഒരു കുട്ടി ആദ്യമായിട്ട് പങ്കെടുക്കുന്നതിൽ നമുക്ക് വളരെയധികം അഭിമാനമുണ്ട്. എന്തായാലും ഒരു മെഡലിസ്റ്റാവും ഇപ്രാവശ്യം. ആ ഒരു ട്രെയിനിങ് ആണ്. മുവത്തായിന്റെ ട്രഡീഷണൽ രീതിയിൽ ഗ്രേഡിംഗ് സിലബസ് ഉണ്ട്. നമ്മുടെ ക്ലബിലുള്ള കോച്ചസ് എല്ലാവരും റെഡ് മോങ്കുൾ എടുത്ത കോച്ചസ് ആണ് ടൊർണാഡോയിലുള്ളത്. ഇന്റർനാഷണൽ ഗ്രേഡിംഗ് ആണ് എടുത്തത്. വസുദേവ് കഴിഞ്ഞ വർഷം ഇന്റർനാഷണൽ ഗ്രേഡിങ്ങിൽ ഗ്രീൻ മോങ്കുൾ അറ്റൻഡ് ചെയ്ത് വിജയിച്ചതാണ്. അതുപോലെ തന്നെ കേരളത്തിലേക്ക് മുവത്തായി കൊണ്ടുവന്നത് എൻ്റെ മാഷായ മിസ്റ്റർ ബിനു ജോസഫ് ആണ്. അദ്ദേഹം 2014 തൊട്ട് തന്നെ അസോസിയേഷൻ രൂപീകരിച്ച് കേരളത്തിലെ ഒരുപാട് ഫൈറ്റേഴ്സ് പ്രൊഫഷണൽ ലെവലും അമേച്ചർ ലെവലിലും വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പാർട്ടാണ് ഞാനും. എന്താ പറയുക, ഒരു ഇന്റർനാഷണൽ റഫറി എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നമായിരുന്നു. കേരളത്തിൽ നിലവിൽ 2 റഫറിമാരേ ഉള്ളൂ. അതിലൊന്ന് ബിനു സാറാണ്, 2ാമത്തെ ആൾ ഞാനാണ്. രണ്ടാമത്തെ റിപ്പീറ്റ് ചെയ്യുന്നത്, 2ാം വട്ടം പോകുന്നത് ഇപ്പം കേരളത്തിൽ ഫസ്റ്റ് ടൈം ഞാനാണ്. അപ്പൊ വസുദേവ് എത്ര കൊല്ലമായി ടൊർണാഡോയിൽ പഠിച്ചിരിക്കുന്നത്? ഞാൻ 2018 ഏപ്രിലാണ് തുടങ്ങിയത്. ഇപ്പം 7 വർഷമായി ടൊർണാഡോയിൽ ജോയിൻ ചെയ്തിട്ട്. ഞാൻ ആദ്യം തന്നെ ചേർന്നത് കരാട്ടയ്ക്കാണ്. കരാട്ടയ്ക്ക് അച്ഛനും അമ്മയും ചേർത്താണ്. അച്ഛനമ്മയും ഭയങ്കര സപ്പോർട്ടാണ്, സാറും ഭയങ്കര സപ്പോർട്ടാണ്. അതുമല്ല, ഞാൻ കഴിഞ്ഞ ഏപ്രിലെ ഗ്രേഡിങ്ങിന് ഇപ്പം ബ്ലാക്ക് ബെൽറ്റായി. മുവത്തായ് എന്ന് പറഞ്ഞാൽ മാഷ് പറഞ്ഞ പോലെ തന്നെ ദ കിങ് ഓഫ് മാർഷൽ ആർട്സ് ആണ്. അതുകൂടാതെ 8 വെപ്പൺസ് ഉള്ള ഒരു ആയുധ കലയുമാണ്. മുവത്തായ് ഫൈറ്റിൻ്റെ ഡേഞ്ചറസ് കണ്ടിട്ടാണ് ഞാൻ കരാട്ടയുടെ കൂടെ തന്നെ മുവത്തായി പരിശീലിക്കുന്നത്. സ്റ്റേറ്റ് മെഡലിസ്റ്റാണ്. അതുകൂടാതെ 2 തവണ നാഷണൽ മെഡലിസ്റ്റുമാണ്. ഇപ്പം സ്റ്റേറ്റിൽ പോയപ്പോൾ തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇൻ്റർനാഷണലിൽ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന്. ഇപ്പം അതിൻ്റെ റൂള് വെച്ചിട്ട്, ഇഫ്മയുടെ റൂള് വെച്ചിട്ട് 10-11 വയസ്സാണ് അതിലെ ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് വയസ്സായിരിക്കില്ലായിരുന്നു. ഇപ്പോൾ ഒരു ചാൻസ് കിട്ടി. അതുകൂടാതെ അച്ഛൻ്റെ അമ്മയുടെ സപ്പോർട്ടും.
ഇൻഷാ അല്ലാ.